ജൂലൈ 30 ഒരിക്കലൂടെ കടന്നു വരുന്നു. മരിക്കാത്ത സ്മരണകളുമായി, ഓർമ്മകളുമായി. അന്നത്തെ 1980 ആ കാലഘട്ടത്തിലെ ആ തലമുറക്ക് ജൂലൈ 30 കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഞരമ്പുകളെ കോരിത്തരിപ്പിക്കുന്ന ഓർമ്മകളാണ്, അനുഭവ സ്മരണകളാണ് ഈ ദിവസം ഞങ്ങൾക്ക് നൽകുന്നത്. അവകാശ സമരത്തിന്റെ രണഭൂമിയിൽ, പ്രക്ഷോഭ വീതിയിൽ മലപ്പുറത്തിന്റെ ബാക്കിയുള്ള യുവത നടത്തിയ വീരഗാഥക്ക് 40 ആണ്ട് പൂർത്തിയാവുകയാണ്. 4 പതിറ്റാണ്ട് ആ രണഭൂമിയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ 3 സുഹൃത്തുക്കളായിരുന്നു, മജീദ്, റഹ്മാൻ, കുഞ്ഞിബ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സത്യത്തിൽ എന്തിനായിരുന്നു നായനാർ സർക്കാർ ആ സമാധാനപരമായ സമരത്തെ ചോരയിൽ മുക്കിക്കൊന്നത്? എന്തിനായിരുന്നു 1000-ലധികം ആളുകളെ വേട്ടയാടിയത്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ 40 ആണ്ടുകൾ പൂർത്തിയാവുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ വികാരം, സത്യത്തിൽ അത് 2 ഇസങ്ങൾ തമ്മിലുള്ള, 2 പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഒരു സമരമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആവണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ആ സർക്കാർ, നായനാർ സർക്കാർ, ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചത്. മുസ്ലിം യുവതയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമായതുകൊണ്ട് തന്നെ അത് വിജയിക്കണം എന്ന നിർബന്ധമാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പകൽ ദിനത്തിൽ റംലാൻ 17 തന്നെ അങ്ങനെ സമരത്തിന് തുടക്കമിടാൻ യൂത്ത് ലീഗ് തയ്യാറായത്. ബദർ നൽകുന്ന പാഠം എന്തായിരുന്നു? 113 സഹാബാക്കൾ 1000-ലധികം വരുന്ന പടയോടെ ഏറ്റുമുട്ടിയപ്പോൾ അവർക്ക് ആയുധങ്ങളില്ലായിരുന്നു, അവരുടെ കയ്യിൽ ആൾബലമില്ലായിരുന്നു, കുതിരകളോ ആനകളോ അവർക്കില്ലായിരുന്നു. പക്ഷെ ഒരു കുതിര വ്യൂഹവും ആനകളും അമ്പാരിയും ആയുധങ്ങളും എല്ലാം വേണ്ടിയ 1000-ലധികം വരുന്ന ശത്രുക്കളോട് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലം ഒന്നുകൊണ്ട് മാത്രം ആ പ്രത്യയശാസ്ത്രത്തിന്റെ പരിരക്ഷയ്ക്കായി, സംരക്ഷണത്തിനായി ഏറ്റുമുട്ടിയ പതിരീകളും വിജയം കണ്ടതുപോലെ അതേ ദിവസം മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവസാനം നായനാർ സർക്കാരിന് അവർ കൊണ്ടുവന്ന എല്ലാ കരി നിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നു. യൂത്ത് ലീഗ് അതിൽ വിജയിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ 3 സുഹൃത്തുക്കളെ ബലി നൽകേണ്ടി വന്നു എന്ന് ഇന്നും ഞങ്ങളുടെ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്നു. ഭാഷാധ്യാപകരായിരുന്നു ഈ സമരത്തിന് തുടക്കമിട്ടത്. അറബി, ഉറുദു, സംസ്കൃത ഭാഷകൾ പഠിക്കണമെങ്കിൽ പ്രത്യേക ക്വാളിഫിക്കേഷൻ, പ്രത്യേക അക്കോമഡേഷൻ, പ്രത്യേക ഡിക്ലറേഷൻ. എൻ്റെ കുട്ടി മറ്റു ഭാഷ പഠിക്കില്ല, അതുപോലെ അറബി, ഉറുദു, സംസ്കൃത ഭാഷകൾ പഠിക്കാൻ പ്രത്യേക ക്ലാസ് റൂം, പ്രത്യേക ബിൽഡിംഗ്, അതുപോലെ പ്രത്യേക ബിരുദ ക്വാളിഫിക്കേഷൻ. ഇതിനെതിരായിട്ട് അധ്യാപക രംഗത്ത് വന്നപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്നത് ഒരു കുട്ടിയും ആ ഭാഷ പഠിക്കാൻ താല്പര്യപ്പെടില്ല എന്നതുകൊണ്ടാണ് അധ്യാപക രംഗത്ത് വന്നത്. ആ അധ്യാപകരുടെ സമരം ഉദ്ഘാടനം ചെയ്യുന്ന CH മുഹമ്മദ് കോയ സാഹിബ് പ്രഖ്യാപിക്കുകയാണ്, അധ്യാപക പേന പിടിക്കേണ്ടവരാണ്, ചോക്ക് പിടിക്കേണ്ടവരാണ്, അവർ സമരം നടത്തേണ്ടവരല്ല. ആ സമരം ഈ സമുദായം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF സമര രംഗത്തേക്ക് കടന്നു വരുന്നത്. അവ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കളക്ട്രേറ്റ് മെഡിക്കൽ ജൂലൈ 30 പിക്കറ്റിംഗ് നടത്താൻ തീരുമാനിക്കുകയാണ്. കേരളത്തിലെ ഇതര ജില്ലകളിലെ എല്ലാ പിക്കറ്റിങ്ങും സമാധാനപരമായി നടന്നു. പക്ഷെ മലപ്പുറത്ത്
ഗവൺമെന്റ് ഞങ്ങൾ പോലും വിചാരിച്ചില്ല 50,000-ത്തിലധികം ആളുകൾ അവിടെ പങ്കെടുക്കുന്നു. ഞങ്ങളെ ടോട്ടൽ ഞങ്ങൾ കണക്കാക്കിയത് ഒരു 10,000 ആളുകൾ അതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ കണക്കിലൊക്കെ തെറ്റിച്ചു. 50,000-ത്തിലധികം ആളുകൾ അങ്ങോട്ട് കുതിച്ച് വരികയായിരുന്നു. ഇവിടെ നിന്നാണ് ആളുകൾ വരുന്നത് എന്ന് പോലും അറിയില്ല. ഓരോ കോണുകളിൽ നിന്നും ജാഥയായി കോട്ടപ്പടിക്കൽ നിന്ന് കുന്നുമ്മൽ സ്ഥിതി ചെയ്യുന്ന കലക്ട്രേറ്റ് പടിക്കലേക്ക് അവ നീങ്ങുകയായി. ഈ ജനബാഹുല്യം നായനാ സർക്കാരിനെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ആ ജനബാഹുല്യം തടയാൻ അവർ തയ്യാറായി. അതായിരുന്നു ഈ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഉണ്ടായ ഒരു കാരണമെന്ന് ഞാൻ മനസ്സിലാക്കിയ. ഞാൻ ഓർക്കുകയാണ്, എട്ട് മണി മുതൽ ആളുകൾ കോട്ടപ്പടിക്കൽ എത്തി. രാവിലെ 8 മണിക്ക് തന്നെ ഞാനും ഞങ്ങളെ നാട്ടിലെ യൂത്ത് ലീഗ് പ്രവർത്തകരും ഒരു 8:30, 8:40 കോട്ടപ്പടിക്കലെത്തുന്നത്. കോട്ടപ്പടിക്കലിൽ നിന്ന് 9 മണിക്ക് ജാഥയായി ഞങ്ങൾ മലപ്പുറം കുന്നുമ്മലുള്ള കലക്ട്രേറ്റ് പടിക്കലേക്ക് നീങ്ങുകയാണ്. ഏകദേശം 10 മണിയോടെ മലപ്പുറം കുന്നുമ്മൽ അടുത്തുള്ള മുണ്ടുപറമ്പിൽ കലക്ട്രേറ്റ് പടിക്കൽ ഞങ്ങളെത്തി. 10 മണിക്ക് നിരയായി നേതാക്കന്മാർ കലക്ട്രേറ്റിന്റെ ഗേറ്റിന് പടിക്കൽ അങ്ങനെ ഇരുന്നു. അതേ സമയത്ത് തന്നെ ഒരു ഭാഗത്ത് പോലീസുകാരും യൂത്ത് ലീഗും വളരെ സഹകരിച്ച് ആളുകളെ ജീപ്പിൽ കയറ്റാൻ 25-30 ആളുകളെ ഒരുമിച്ച് കയറ്റി അറസ്റ്റ് വരിച്ച് കോട്ടപ്പടിക്കലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ പ്രക്രിയ, ആ പ്രവർത്തനം നടന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 11:30 ആകുന്നത് വരെ എനിക്ക് തോന്നുന്നത് അപ്പോഴേക്ക് 1000-ഓളം ആളുകൾ അറസ്റ്റ് വരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും കോട്ടപ്പടിക്കലിൽ നിന്ന് പിന്നീട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. 50,000-ഓളം ആളുകൾ എത്തിപ്പെടണമല്ലോ. ഈ 11:30 മണിയാകുമ്പോഴേക്കും ഫുൾ ആളുകൾ അവിടെ എത്തിയിട്ടില്ല, വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. 11:30 കൃത്യമായിട്ട് എനിക്കത് തോന്നാൻ എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. 11:30 കാരണം ആ സമയത്താണ് പുലിക്കൽ ട്രാൻസ്പോർട്ടിന്റെ ബസ് മഞ്ചേരിയിൽ നിന്ന് തിരുനാവ ബസ് വന്നതും ഞാനടക്കമുള്ള എംഎസ്എഫുകാർ, ഞാൻ PTK കുട്ടി, അതുപോലെ കുഞ്ഞാപ്പുണ്ട്, അതുപോലെ പിന്നെ ഞങ്ങളുടെ MSFന്റെ പുതുക്കോളി വരിയിലടക്കമുള്ള ഒരു വിഭാഗം ഞങ്ങൾ ആളുകൾ ഈ ഗതാഗതം നിയന്ത്രിക്കാനും അവിടെ വാഹനങ്ങളെ ഒരു ഭാഗത്ത് പോകാൻ അനുവദിക്കുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഏൽപ്പിച്ചത്, MSFകാരെ ഏൽപ്പിച്ചത്, അന്ന് ബഹുമാനപ്പെട്ട യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി വിജി സാഹിബ് ഏൽപ്പിച്ചത് വാഹന ഗതാഗതം ശരിക്ക് നടത്തുക എന്നതാണ്. അതായത് ജാഥ വരുന്നു, സമരത്തിന്റെ ഒരു ഭാഗത്ത് പോകുന്നുവെങ്കിൽ പോലും ഒരു കാരണവശാലും ഗതാഗത തടസ്സം പാടില്ല എന്ന് നിർബന്ധമുണ്ടായിരുന്നു. എന്നതുകൊണ്ട് ആ ജോലിയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പുലിക്കൽ ട്രാൻസ്പോർട്ടിന്റെ ബസ് വന്നപ്പോൾ ഞങ്ങൾ ബസ് നിയന്ത്രിച്ചു. ആ സമയത്താണ് DYSP വാസുദേവൻ നായരും ഒരു ഗുണ്ടാ സംഘവും ഒരു ജീപ്പിൽ അല്ലറി പാഞ്ഞ് കുതിച്ചെത്തിയത്. അവർ നേരെ ആളുകളുടെ ഇടയിലൂടെ വലിയ മിസൈൽ പോണ പോലെ, അപ്പോഴേക്ക് പല ആളുകളെയും മേലിൽ തട്ടില്ല, അങ്ങനെ ആളുകളൊക്കെ ചിതറി അങ്ങനെ ഓടി.
അവർ നേരെ പിക്കറ്റിൽ നടക്കുന്ന ഗേറ്റിന്റെ മുന്നിലെത്തി നേതാക്കന്മാരെ അവിടെ നിന്ന് പോവാൻ നിർബന്ധിക്കുന്നു, ഉന്തുന്നു, തള്ളുന്നു. പെട്ടെന്നാണ് ഇയാള് ഒരു പ്രകോപനവുമില്ല ചാർജ് എന്ന് പറയുന്നതും പോലീസ് ലാത്തിച്ചാർജ് തുടർന്നും ഒരുമിച്ചായിരുന്നു. ഒരു പ്രകോപനവും അവിടെ കണ്ടില്ല. കല്ലെടുത്ത് എറിഞ്ഞു എന്നായിരുന്നു ഞങ്ങൾക്ക് ആക്ഷേപം. അത് അവിടെ കല്ല് വേണ്ടേ കല്ലെടുത്തെറിയാൻ? ആ കലക്ട്രേറ്റിന്റെ ആ ഭാഗത്തൊന്നും തന്നെ കല്ലുള്ള പ്രദേശമില്ല. വളരെ എന്താ പറയാ, ടാറിട്ട ഏരിയയാണ് ആ ഏരിയ ഒന്നടക്കം. കല്ലെടുത്ത് എറിയണമെങ്കിൽ പിന്നെ 1 കിലോമീറ്റർ വിട്ട് ആ പാറയിലേക്ക്, ആ പറമ്പിലേക്ക് പോകണം. ആ സ്ഥലം കണ്ട ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അതൊരു തെറ്റായ ആരോപണമായിരുന്നു. ഒരു കല്ലെടുത്ത് ആരും അറിഞ്ഞിട്ടില്ല. ലാത്തിച്ചാർജിന്റെ ഒരേ സമയത്ത് ലാത്തിച്ചാർജ് കലക്ട്രേറ്റിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന 50ഓളം പോലീസുകാർ അവർ തൂക്കുമായി വരുന്ന രംഗമാണ് പിന്നെ ഞങ്ങൾ കാണുന്നത്. ഒരു ഭാഗത്ത് ലാത്തിച്ചാർജ് നടക്കുന്നു, മറ്റു ഭാഗത്ത് ടിയർ ഗ്യാസ്, അതേ സമയത്ത് ഫയറിങ്, വെടിവെക്കുന്നു. മൂന്നും ഒരേ സമയത്ത് സംഭവിക്കുന്നു. ഒരു സിനിമയിലൊക്കെ കാണുമ്പോൾ ആളുകൾ വീഴുന്നു, ചോര ഒലിക്കുന്ന ആളുകൾ ഓടുന്നു, ഇതൊക്കെ ഞങ്ങൾ കാണുന്നു. ഈ സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട മജീദ്, ഞങ്ങൾ ഒരുമിച്ചാണ് കോട്ടപ്പടിക്കലിൽ നിന്ന് കുന്നുമ്മിലേക്കുള്ള ആ ജാഥയിൽ ഉണ്ടായിരുന്നത്. മലപ്പുറം ജില്ലാ ലീഗ് ഓഫീസിൽ ഞങ്ങളൊക്കെ എപ്പോഴും വൈകുന്നേരങ്ങളിൽ സ്വത പറയാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട മജീദും അവിടെ വരാറുണ്ടായിരുന്നു. അന്ന് മുഴുവാക്കാൻ്റെ ഞങ്ങൾക്ക് കൂടെ ഇരുന്ന് എപ്പോഴും ഞങ്ങളോട് തമാശ പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത്. അദ്ദേഹം ഒരു ഭാഗത്ത് വീഴുന്നത് ഞങ്ങൾ കാണുകയാണ്, വെടിയേറ്റ് വീഴുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ, വലത്ത് കയ്യിൽ എവിടെയാണ് വെടിയേറ്റത്. കാരണം ചോര ഒലിക്കുന്നത് ഈ വലത്ത് കയ്യിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു പോലീസുകാരൻ ക്രൂരമായി എൻ്റെ തലക്കടിച്ച് എന്നെ വീഴ്ത്തുന്നത്. ഞാൻ വീണ്ടും എനിക്കാൻ ശ്രമിച്ചപ്പോൾ 2-3 പോലീസുകാർ വന്ന് ബൂട്ടിട്ട് എന്നെ ചവിട്ടി ബന്ധിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു പോലീസുകാരൻ്റെ തോക്കിന് മുന്നിൽ ഘടിപ്പിച്ച ഒരു ആയുധമുണ്ടല്ലോ, വയലറ്റ് എന്തായിട്ട് പറയുന്നറിയില്ല, ആ ആയുധം കൊണ്ട്, ആ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് എന്റെ വയറ്റിൽ കുത്തുകയായിരുന്നു. ചോര ഒലിക്കുന്ന ഞാൻ ചോര ഉറക്കെ പിടിച്ചുകൊണ്ട് ഞാൻ പോലീസുകാരെ നോക്കുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ചോദിക്കുകയാണ്. അതേ സമയത്ത് നിരന്തരം എന്നെ മർദ്ദിക്കുകയായിരുന്നു അവർ ചെയ്തത്. ബോധം എനിക്ക് നഷ്ടപ്പെടുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ബോധം നശിക്കുന്ന എനിക്ക് എന്റെ തലയ്ക്കുള്ളിൽ എന്തോ സംഭവിക്കുന്നു. ഞാൻ ആ സമയത്ത് 2-3 പോലീസുകാർ എന്റെ തല ഒരു ഭാഗത്ത് ഒരാൾ പിടിച്ചിരിക്കുന്നു, എന്റെ കാല് ഒരാൾ പിടിച്ചിരിക്കുന്നു. അല്ലെ ഈ ഉന്നസഞ്ചൊക്കെ എറിയോലോ, അതുപോലെ എന്റെ ആ പോലീസ് വാലിലേക്ക് ഇങ്ങനെ എറിയാ ചെയ്തത്. പോലീസ് വാലിയിൽ എന്റെ പോലെ 40ഓളം ആളുകൾ ചോര ഒലിച്ച് വളരെ മാരകമായ പരിക്കേറ്റ് അതിൻ്റെ അകത്ത് അലറുന്നുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. നോമ്പ് നോറ്റ് വിശപ്പും ദാഹവും സഹിച്ച് ഞങ്ങൾ ആ വേലിൽ ബോധമില്ലാതെ കിടന്നു. ബോധം നശിക്കുന്നത് ഇതുവരെ വീണ്ടും അവർ വേലിൽ വന്ന് ഞങ്ങൾ ആക്രമിച്ചു. ബോധം നശിക്കുന്നത്, പിന്നീട് ബോധം ഉണ്ടാകുന്നതോ മഞ്ചേരി ഹോസ്പിറ്റലിൽ വെച്ചാണ്. നോമ്പ് തുറക്കാൻ നേരത്ത് ആയിരിക്കാം. കാരണം ഞങ്ങൾ പിന്നെ കാണുന്നത് നോമ്പ് തുറക്കുന്ന സാമഗ്രിയുമായിട്ട് മഞ്ചേരിയിലെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസാഖ് പുരിക്കൽ അടക്കമുള്ള യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കാരക്കയും കഞ്ഞിയുമായിട്ട് ഞങ്ങളെ സമീപിക്കുന്നതാണ് ബോധം തെളിയുമ്പോൾ ഞങ്ങൾ കാണുന്നത്.
ആ നോമ്പ് തുറ മറക്കാൻ കഴിയാത്ത നോമ്പ് തുറയാണ്. നോമ്പ് തുറക്കുന്ന അതേ സമയത്താണ് പ്രിയങ്കനായ CH സൗട്ടു സാഹിബും അടക്കമുള്ള വീരാൻ സാഹിബ് അടക്കമുള്ള നേതാക്കൾ അവിടെ വരുന്നതും ഒരുമിച്ച് ഞങ്ങൾ നോമ്പ് തുറന്നതും ഞാൻ ഓർക്കുന്നു. പിന്നീട് മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് 2-3 മാസക്കാലം മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അനവധി കേസുകളായിരുന്നു. ആ രണഗണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട 3 സുഹൃത്തുക്കൾ മരിച്ചു കിടക്കുകയാണ്. ഞാൻ അറിയുന്നത് പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ മരിച്ചു എന്ന്. വെടിയേറ്റത് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷെ മരിക്കാവുന്ന ഒരു തരം പരിക്ക് ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ലായിരുന്നു. പ്രത്യേകിച്ച് മജീദിന്റെ കയ്യിൽ ഒരു വെടിയേറ്റു എന്നല്ല, പക്ഷെ പിന്നീട് പറയുന്നത് രക്തം പോയി ഇദ്ദേഹം മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 200ഓളം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിക്കേറ്റു. ഇന്നും വെടിയുണ്ടകൾ പേറി നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പലർക്കും പിന്നീട് എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ആ ഇന്നും നടുക്കമുണ്ടാക്കുന്ന ഓർമ്മകളാണ് ആ ദിവസം. ഭാഷാ സമരം യുവതലമുറക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലവും ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടവും ആവുമ്പോൾ നിങ്ങൾക്ക് അത് വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ആ സമരം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ മാർക്സിസ്റ്റ് നിയമങ്ങൾ കൊണ്ടുവന്നത് അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. മാർക്സിസം ഒരിക്കലും ഒരു ഭയവുമായി കോംപ്രമൈസ് ചെയ്യുന്നവരല്ല മാർക്സിസം. ശരിയായ മാർക്സിസം കാറൽ മാർക്സിന്റെ, ഹെങ്കൽസിന്റെ, ലെനിന്റെ, സ്റ്റാലിന്റെ, മാവോയുടെ മാർക്സിസം എന്ന് പറയുന്നത് അത് മതമില്ലാ മതമാണ്. PM ശങ്കരൻ നമ്പൂതിരിപ്പാട് മതത്തെക്കുറിച്ച് പറഞ്ഞത് മതം കറുപ്പാണ്. മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം യഥാർത്ഥ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. പക്ഷെ ഇന്ന് നാം കാണുന്നത് ഫേക്ക് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. മതങ്ങളെ കൂട്ടിപ്പിടിച്ച് മാർക്സിസം എവിടെയോ കളഞ്ഞു കുളിച്ചവർ. അതുകൊണ്ടാണല്ലോ റഷ്യയിലും ചൈനയിലും മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ന് മാർക്സിസത്തോട്, കമ്മ്യൂണിസത്തോട് സലാം ചൊല്ലിയത്, വിട പറഞ്ഞത്. കേരളത്തിലെ അവസ്ഥ അത് തന്നെയാണ്. അറബി, ഉറുദു ഭാഷകൾ ഇസ്ലാമിനോട് ബന്ധമുള്ള ഭാഷകളാണ് എന്നതായിരുന്നു ഭാഷയ്ക്കെതിരെ അവരെ നിയമങ്ങൾ കൊണ്ടുവന്ന് അതില്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിലെ ശക്തി അതായിരുന്നു. സംസ്കൃത ഭാഷ ഹിന്ദു മതത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഈ ഒരു കരി നിയമം കൊണ്ടുവരാൻ കാരണമാക്കിയത് എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം കമ്മ്യൂണിസം അതാണല്ലോ, മതമില്ലാത്തതാണ്, മതരഹിതരാണവ. കാറൽ മാർക്സിന്റെ മാനിഫെസ്റ്റോ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഹെങ്കൽസിന്റെയും ലെനിന്റെയും സ്റ്റാലിന്റെയും മാവോവിന്റെയും, ഇതിനധികം EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് പഠനം ഒക്കെ തന്നെ എന്താണ് പറയുന്നത്? മതമില്ല, മതം പാടില്ല, മതം കറുപ്പാണ്, ഞങ്ങളുടെ മതം കമ്മ്യൂണിസമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം ആ മതങ്ങളിലേക്ക് ഒരു സമൂഹത്തെ ചെന്നെത്തിക്കുമെന്ന കാഴ്ചപ്പാട് അതില്ലാതാക്കാൻ വേണ്ടി മതങ്ങളുമായി ബന്ധപ്പെട്ട ഭാഷകൾ ഇല്ലാതാക്കുക എന്നതായിരുന്നു നായനാരുടെ ഐഡിയ, നായനാർ സർക്കാരിന്റെ ഐഡിയ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഐഡിയ. അതിനെതിരാണ്
തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സമൂഹം നടത്തിയ ആ പോരാട്ടം ഇന്നത്തെ യുവതലമുറക്ക് പ്രചോദനമാവേണ്ടതുണ്ട്. അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ സർക്കാരുകൾ നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ നിഗൂഢമായുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു. അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ യുവതലമുറ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. 1950 ഭാഷാ സമരം നിങ്ങൾക്ക് പ്രചോദനമാവണം. അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പരിരക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ പ്രത്യയശാസ്ത്രത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ വിജയിക്കുമെന്ന് തെളിയിച്ചവരാണ് 1950 ഭാഷാ സമരത്തിൽ ഷഹീദായ മജീദ് റഹ്മാൻ കുജിപ്പയും അന്ന് പരിക്കേറ്റ 200-ലധികം ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണരുക. നിങ്ങൾ ഈ സമകാലീന യുവത നിഷ്ക്രിയരായി എന്ന് സമൂഹം വിലയിരുത്തേണ്ടത് അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ഭാഷാ സമരം നിങ്ങൾക്കത് പ്രചോദനമാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജൂലൈ 30 ആ ഭാഷാ സമരത്തിൽ, ആ മുണ്ടുപറമ്പിലെ രണാങ്കണത്തിൽ എൻ്റെ കൂടെ പങ്കെടുത്ത യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ ഞാൻ ഈ നിമിഷം സ്മരിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് മുണ്ടുപറമ്പിലേക്ക് ജാതിയായി വന്ന് അവിടെ ഷഹീദായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മജീദ് റഹ്മാൻ കുജിപ്പ, അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. അവരെയും നമ്മളെയും സ്വർഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.